രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ വളരെ നിഗൂഢമായിട്ടുള്ളൊരു പദ്ധതി മെനയുകയാണ്. ലോകമെമ്പാടും ആരാധിക്കപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതനേതാവായിട്ടുള്ള മാർപ്പാപ്പയെ വധിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ലോകമെമ്പാടും യഹൂദന്മാർ കൂട്ടക്കൊല ചെയ്യുമ്പോഴും ലക്ഷക്കണക്കിന് യഹൂദന്മാർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വംശഹത്യ നടത്തപ്പെടുമ്പോഴും വളരെ സൈലൻ്റായിട്ട് മിണ്ടാതിരുന്നുവെന്ന് പിന്നീട് ലോകം പഴിച്ച ആ കാലഘട്ടത്തിലെ മാർപ്പാപ്പയായിരുന്ന പോപ്പ് പയസ് 12 അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ സ്വന്തം മാർപ്പാപ്പ എന്ന് വിളിക്കപ്പെട്ട ആ മാർപ്പാപ്പയെ വധിക്കുവാനായിട്ട് ഹിറ്റ്ലർ എന്തിനാണ് പദ്ധതികൾ മെനഞ്ഞത്? എന്തായിരുന്നു ഹിറ്റ്ലറുടെ യഥാർത്ഥ ലക്ഷ്യം? ആരായിരുന്നു പോപ്പ് പയസ് 12? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിലെ അറിയാത്ത കഥകൾ? ഞാൻ ലെഫിൻ രാജു, വെൽക്കം ടു ദി ലെഫിൻ സ്റ്റോറീസ്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ട ഒരു ആത്മീയ നേതാവായിരുന്നു അന്ന് ജീവിച്ചിരുന്ന മാർപ്പാപ്പയായിരുന്ന പോപ്പ് പയസ് 12. ഹിറ്റ്ലറുടെ ജൂത കൂട്ടക്കൊലകൾക്ക് നിശബ്ദനായിട്ട് സാക്ഷ്യം വഹിച്ചുവെന്നും യാതൊരു തലത്തിലും പ്രതികരിക്കാതെ അതെല്ലാം കണ്ടു നിന്നുവെന്നും വിമർശനം കേട്ട ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലറുടെ സ്വന്തം പോപ്പ് എന്ന് വിമർശകർ വിമർശിച്ച അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ഹിറ്റ്ലർ തന്നെ പ്ലാനുകൾ മെനയുന്നതിന് കാരണമായത് എന്തുകൊണ്ടായിരുന്നു? എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ഈ പോപ്പ് പയസ് 12 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. 1922 അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് വത്തിക്കാനിൽ അന്ന് പോപ്പായിരുന്നത് പോപ്പ് പയസ് 11 അദ്ദേഹത്തിൻ്റെ വത്തിക്കാൻ സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറി ആയിരുന്ന ഒരു കർദിനാൾ അന്ന് അവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യൂജിനോ പാർസെല്ലി. ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ ഉയർന്നു വരുന്ന നാസിസ്റ്റായിട്ടുള്ള ഫാസിസത്തെ എതിർക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അന്നത്തെ വത്തിക്കാൻ സഭയ്ക്കുണ്ടായിരുന്നത്. അന്നത്തെ പോപ്പായിരുന്നിട്ടുള്ള പോപ്പ് പയസ് 11 അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അത്തരം പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഈ കർദിനാളായിരുന്നു. അന്ന് ഈ യൂജിനോ പാർസെല്ലിയുടെ നേതൃത്വത്തിൽ 55ഓളം പ്രക്ഷോഭങ്ങൾ വത്തിക്കാൻ സിറ്റിയിലും ഇറ്റലിയുടെ പരിസര പ്രദേശങ്ങളുമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ലോകം മുഴുവൻ അതിന് അദ്ദേഹം നേതൃത്വം നൽകുന്നുമുണ്ട്. അവിടെയെല്ലാം ഉയർന്നു കേട്ടുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് വംശഹത്യ നല്ലതല്ല, സോഷ്യൽ അല്ലെങ്കിൽ റാഷ്യൽ ഡിസ്ക്രിമിനേഷൻ നല്ലതല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലറുടെ ഐഡിയോളജികളെ എതിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആ പ്രൊട്ടസ്റ്റുകളെല്ലാം കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ എവിടെയും നാസികളെക്കുറിച്ചോ ഹിറ്റ്ലറെക്കുറിച്ചോ പേരെടുത്ത് പറയാതെയായിരുന്നു അത്തരം പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. അന്നത്തെ വത്തിക്കാൻ സഭയ്ക്ക് പ്രത്യേകിച്ച് യഹൂദന്മാരോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം. യൂജിനോ പാർസെല്ലിയുടെ നേതൃത്വത്തിലുള്ള കർദിനാൾ സംഘവും അന്നത്തെ മാർപ്പാപ്പയും വിശ്വസിച്ചിരുന്നത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒരു നാൾ യുണൈറ്റഡ് ആയിട്ട് ഒരുമിച്ച് പോകേണ്ടുന്ന ഒരു അവസ്ഥ വരും, അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദം. അതിന് അവർ മുന്നോട്ട് വെച്ചത് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളായിരുന്നു. ജീസസ് പഠിപ്പിച്ചതാകട്ടെ ജീസസിൻ്റെ വരവിന് ശേഷം യഹൂദനെന്നോ യവനെന്നോ ജാതിക്കാരനോ എന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിലെല്ലാ മനുഷ്യരും ഒരുപോലെ വരും എന്നുള്ള ഒരു ഉപദേശത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ഈ കർദിനാൾ അതുപോലെ തന്നെ ഈ മാർപ്പാപ്പയും വത്തിക്കാൻ സിറ്റിയുമെല്ലാം ആദ്യം ഹിറ്റ്ലറുടെ ശ്രമങ്ങളെ എതിർത്തിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ കർദിനാൾ യൂജിനി പാർസെല്ലി നടത്തുന്ന ഒരു പ്രക്ഷോഭങ്ങളിലും നേരിട്ട് ഹിറ്റ്ലറുടെയോ നാസികളുടെ പേര് പരാമർശിക്കാതെ വളരെ ജനറലൈസ്ഡുള്ള രീതിയിലായിരുന്നു അവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നത്. ഒരു വലിയ ലോകമഹായുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ, രണ്ടാമതായിട്ട് ലോകമഹായുദ്ധം വരുവാനായിട്ട് സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്ന് വത്തിക്കാൻ സഭയ്ക്ക് മനസ്സിലായപ്പോൾ അത് തടയുവാനായിട്ട് വത്തിക്കാൻ സഭ ശ്രമങ്ങൾ പിന്നീട് നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഹിറ്റ്ലറുമായിട്ടും അദ്ദേഹത്തിൻ്റെ നാസിസ് ഭരണകൂടവുമായിട്ടൊക്കെ വത്തിക്കാൻ സഭയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഹിറ്റ്ലറുടെ താല്പര്യങ്ങൾ മറ്റൊന്നായിരുന്നുകൊണ്ട് തന്നെ യുദ്ധം പിന്നീട് ആരംഭിക്കുകയാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് 1939 യുദ്ധം ആരംഭിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പോപ്പ് പയസ് 11 മരണപ്പെടുകയാണ്. പിന്നീട് വത്തിക്കാൻ സഭ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭ നേരിട്ടത് വലിയൊരു പ്രശ്നമാണ്. ആരെ അടുത്ത പോപ്പായിട്ട് തിരഞ്ഞെടുക്കും? വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് സഭ കടന്നു പോകുന്നത്. ലോകമെമ്പാടും വിവിധ രാജ്യങ്ങൾ 2 ചേരികളായിട്ട് തിരിഞ്ഞിട്ട് യുദ്ധത്തിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ ഒരു വ്യക്തിയെ പോപ്പായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്ന ഒരാളേക്കാൾ കൂടുതൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കഴിവുകളുള്ള ഒരു വ്യക്തിയെ വേണം മാർപ്പാപ്പയായിട്ട് ഈ കഠിനമായ സാഹചര്യങ്ങൾക്കിടയിൽ തിരഞ്ഞെടുക്കുവാൻ എന്നുള്ളത് സഭയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ യൂജിനോ പാർസെല്ലി എന്ന ഈ കർദിനാളിന് നറുക്കു വീഴുകയാണ്.
കാരണം അയാൾ നടത്തി വന്നിരുന്ന പ്രക്ഷോഭങ്ങളിലൂടെയും അയാൾക്ക് ജർമ്മനിയുമായിട്ടുണ്ടായിരുന്ന വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം മൂലവും ഇയാൾക്ക് കുറച്ചും കൂടി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പരിവേഷമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അടുത്ത മാർപ്പാപ്പയായിട്ട് വത്തിക്കാൻ തിരഞ്ഞെടുക്കുകയാണ്. അദ്ദേഹത്തിന് പുതിയ പേര് നൽകുന്നു പോപ്പ് പയസ് 12. ആ സമയത്ത് തന്നെയാണ് ഹിറ്റ്ലർ തൻ്റെ അടുത്ത നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഹിറ്റ്ലറോട് പോളണ്ടിനെ ആക്രമിക്കരുതെന്ന് വത്തിക്കാൻ സഭയുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഹിറ്റ്ലർ അത് കൂട്ടാക്കുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഹിറ്റ്ലറുടെ പോളണ്ട് അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഹിറ്റ്ലർ തൻ്റെ കൂട്ടക്കൊലകൾ ആരംഭിച്ചതിന് ശേഷം വളരെ സൈലന്റ് ആയിട്ട് മാറിയ, യാതൊരു തരത്തിലും പ്രതികരിക്കാതിരിക്കുന്ന ഒരു പോപ്പിനെയും വത്തിക്കാൻ സിറ്റിയുമാണ് പിന്നീട് ലോകം കാണുന്നത്. ലോകമെമ്പാടും അനേകം സ്ത്രീകളെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും അടക്കം ലക്ഷക്കണക്കിന് യഹൂദരെ കൂട്ടക്കൊല ചെയ്യുമ്പോഴും വളരെ സൈലന്റ് ആയിട്ടായിരുന്നു പിന്നീട് വത്തിക്കാൻ സഭയും പോപ്പും മിണ്ടാതിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. കൂടുതൽ വിമർശനപരമായിട്ട് മുതിരാതെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പീസ്ഫുൾ അപ്രോച്ച്, അല്ലെങ്കിൽ വളരെ സമാധാനത്തിലൂന്നിയ സമാധാന ശ്രമം ഉള്ള, അല്ലെങ്കിൽ തങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളാണ്, ഞങ്ങൾ മറ്റുള്ളതിനെക്കുറിച്ചൊന്നും പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ സമാധാനത്തിൻ്റെ ഒരു പ്രതീകമായ ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് പിന്നീട് പോപ്പും വത്തിക്കാൻ സിറ്റിയുമെല്ലാം അല്ലെങ്കിൽ വത്തിക്കാൻ സഭയുമെല്ലാം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പുതിയ പോപ്പ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പോപ്പായിരുന്ന സമീപത്ത് മരണപ്പെട്ട പോപ്പ് പയസ് 11 കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത കാത്തോലിക് സഭകളുടെ ബിഷപ്പുമാർക്ക് എൻസൈക്ലിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇടയ ലേഖനം അയച്ചു കൊടുക്കുവാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ലേഖനത്തിൽ ഉടനീളം ഹിറ്റ്ലറുടെ ഏകാധിപത്യ നടപടികളും അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് നടപടികളും വംശഹത്യയെ അദ്ദേഹം പിന്തുണയ്ക്കുന്ന കാര്യങ്ങളെല്ലാം എതിർത്തുകൊണ്ട് ധാരാളം ലേഖനങ്ങൾ അതിൽ എഴുതിയിരുന്നു. എന്നാൽ ഈ ലേഖനങ്ങൾ പോപ്പ് പയസ് 11 മരണം മൂലമുണ്ടായ സംഭവവികാസങ്ങൾ മൂലം അത് പബ്ലിഷ് ചെയ്യുവാനോ അല്ലെങ്കിൽ ലോകമെമ്പാടും വിതരണം ചെയ്യുവാനോ സാധിക്കുന്നില്ല. എന്നാൽ പുതിയ പോപ്പ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഈ ലേഖനം അദ്ദേഹം വായിച്ചു നോക്കുകയും അത് പബ്ലിഷ് ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് മൂടി വെക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം പോപ്പ് പയസ് 12 അല്ലെങ്കിൽ യൂജിൻ പാർസലി എന്നറിയപ്പെട്ടിരുന്ന ഈ പുതിയ കർദിനാളിന് ഹിറ്റ്ലറെ പിണക്കുന്നതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഹിറ്റ്ലറുമായിട്ട് ആ കാലഘട്ടത്തിൽ വളരെ അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ആരെയും കൂസാത്ത, ഏത് രാജ്യത്തിലേക്കും കടന്നു ചെന്ന് ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്ന ഹിറ്റ്ലർ ആകെ കേൾക്കുവാനായിട്ട് ഒരുങ്ങുന്നത് തന്നെ മാത്രമാണെന്നുള്ളൊരു വിശ്വാസവും ഈ പോപ്പിനുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹിറ്റ്ലറെ പിണക്കാതിരിക്കുന്നതിന് മറ്റൊരു കാരണവും ഈ പോപ്പിനുണ്ടായിരുന്നു. അന്ന് ലോകം മുഴുവൻ കമ്മ്യൂണിസം പറന്നു പിടിക്കുന്ന ഒരു സമയമാണ്. കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ മത നിയമങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അന്ന് വത്തിക്കാൻ കരുതി പോന്നിരുന്ന ഈ കമ്മ്യൂണിസം ഈ ഒരു ത്രെഡ് പരന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയായിട്ട് അതിനെ അടിച്ചമർത്താൻ ഹിറ്റ്ലറുടെ സഹായം ഭാവിയിൽ ആവശ്യമായിട്ട് വരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കരുതപ്പെടുവാൻ. എന്തായാലും അവിടുന്ന് അങ്ങോട്ട് വളരെ സൈലന്റ് ആയിട്ട് എല്ലാം കണ്ടു നിൽക്കുന്ന, ലോകമെമ്പാടും അനേക യഹൂദർ കൂട്ടക്കൊല ചെയ്യുമ്പോഴും ഈവൻ കത്തോലിക്ക രാജ്യങ്ങളായിട്ടുള്ള ബെൽജിയവും ഫ്രാൻസും നെതർലൻഡ്സ് എല്ലാം ആക്രമിക്കപ്പെടുമ്പോഴും വളരെ സൈലന്റ് ആയിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു പോപ്പിനെയും ഒരു കാത്തലിക് നേതൃത്വത്തെയുമാണ് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്റ്റൽ നാച്ചറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് കത്തിപ്പടർന്ന യഹൂദ വംശഹത്യ 12 മാസങ്ങൾ പിന്നിട്ടിട്ടും അനേക യഹൂദന്മാർ വംശഹത്യക്കായിട്ട് ഗ്യാസ് ചേമ്പറിൽ കത്തിക്കരിഞ്ഞ് ഇല്ലാതാകുമ്പോഴും 12 മാസങ്ങൾക്ക് ശേഷം ഹിറ്റ്ലറിന് ഹാപ്പി ബർത്ത്ഡേ പറയുകയായിരുന്നു അന്നത്തെ പോപ്പായിരുന്ന പോപ്പ് പയസ് 12. മാത്രമല്ല, പിന്നീട് വന്ന പല അന്വേഷണങ്ങളിലും രേഖകളിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമുണ്ട്. പോളൻസിനെ ആക്രമിക്കുന്നതിന് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ പോപ്പ് ഹിറ്റ്ലറുമായിട്ടൊരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള തെളിവുകളുണ്ട്. അന്ന് ഇറ്റലിയുടെ രാജാവായിരുന്ന വിക്ടർ ഇമാനുവലിൻ്റെ മരുമകനും ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അന്ന് അവിടെ വെച്ച് ഈ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ഹിറ്റ്ലറുടെ യാതൊരു വിധത്തിലുള്ള യഹൂദ കൂട്ടക്കൊലകളോടും യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. മാത്രമല്ല, ജർമ്മനിയുടെ ഏകാധിപത്യത്തെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരക്ഷരവും മിണ്ടാതെ അതിനോട് പ്രതികരിക്കാതെ ഞാൻ നിന്നുകൊള്ളാം. പക്ഷേ എനിക്ക് വേണ്ടത് കാത്തോലിക്ക സിറ്റിയുടെ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിയുടെയും എൻ്റെ കാത്തോലിക് പീപ്പിളുടെയും സംരക്ഷണം മാത്രമാണ്. ലോകമെമ്പാടും യഹൂദന്മാർ കൂട്ടക്കൊല ചെയ്യുമ്പോഴും മനുഷ്യവംശഹത്യ നടത്തുമ്പോഴും തൻ്റെ സഭയുടെയും വത്തിക്കാൻ സിറ്റിയുടെയും സംരക്ഷണം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത്. മാത്രമല്ല, ഹിറ്റ്ലർ കേൾക്കുവാനായിട്ട് കൂട്ടാക്കുന്ന ഒരേ ഒരാൾ താൻ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് ഭാവിയിൽ അദ്ദേഹത്തെ ഇനിയും നിയന്ത്രിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെ നേതൃത്വത്തിലൊക്കെ അന്ന് വലിയ വംശഹത്യകൾ നടക്കുമ്പോഴും ലോകം മൊത്തം മനുഷ്യാവകാശരഹിതമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവിടെയൊന്നും ഈ മാർപ്പാപ്പയോ വത്തിക്കാൻ സിറ്റിയോ പ്രതികരിക്കുന്നതായിട്ട് പിന്നീട് കാണുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ഹിറ്റ്ലർക്കെതിരായിട്ട് പോരാടുന്ന അലൈഡ് ഫോഴ്സിൻ്റെ ഒരു ബോംബ് വത്തിക്കാൻ സിറ്റിയിൽ വന്ന് വീഴുമ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായിട്ട് മുന്നോട്ട് വരുന്ന മാർപ്പാപ്പയുടെ ഇരട്ടത്താപ്പ് അവിടെ കാണുവാനായിട്ട് സാധിച്ചു. ചെറിയൊരു പാവം ചെയ്യുന്നവരെ പോലും സഭയിൽ നിന്ന് പുറത്താക്കുവാൻ അല്ലെങ്കിൽ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള അധികാരം മാർപ്പാപ്പയ്ക്കുണ്ട്. അപ്പോൾ 4 മില്യൺ യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുന്ന
ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്ന സ്വയം കത്തോലിക്കൻ അല്ലെങ്കിൽ സ്വയം വിശ്വാസി എന്ന് വിശേഷിപ്പിക്കുന്ന ഹിറ്റ്ലർക്കെതിരെ നടപടിയെടുക്കുവാനോ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് വിമർശിക്കുവാനായിട്ടോ ആ സമയങ്ങളിൽ മാർപ്പാപ്പ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ആശ്ചര്യം. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മാറുകയാണ്. കൂടുതലായിട്ട് അലൈഡ് ഫോഴ്സസുകൾ പലയിടത്തും വിജയം നേടുന്നുണ്ട്. ഹിറ്റ്ലർക്ക് പല സ്ഥലങ്ങളിലും അടിപതറുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ലോകം മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മാർപ്പാപ്പയും മാറുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലറുടെ ആശയങ്ങൾക്കെതിരായിട്ട് ജർമ്മനിയിൽ തന്നെ ഒരു ജർമ്മൻ റെസിസ്റ്റന്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അവർ ഹിറ്റ്ലറുടെ ഈ കാഴ്ചപ്പാടുകളിൽ നിന്ന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. അവരും അലൈഡ് ഫോഴ്സും തമ്മിലൊരു രഹസ്യ ബാന്ധവമുണ്ട്. ഈ ബാന്ധവത്തിന് ഒരു കെട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാലക ശക്തിയായിട്ട് പിന്നീട് ഈ മാർപ്പാപ്പ മാറുന്നതായിട്ട് പല സന്ദർഭങ്ങളും കാണുവാൻ സാധിക്കും. അതായത് ജർമ്മൻ റെസിസ്റ്റൻസിൽ നിന്നുള്ള ഇൻ്റലിജൻസുകൾ അലൈഡ് ഫോഴ്സിന് എത്തിച്ചു നൽകുന്നതിൽ മാർപ്പാപ്പ ചെറിയ പങ്കുകൾ വഹിക്കുവാനായിട്ട് തൻ്റെ ചാരന്മാരെ എല്ലാം പല മേഖലയിലേക്കും അയക്കുന്നുണ്ട്. അങ്ങനെ ഹിറ്റ്ലറിൽ നിന്ന് പതിയെ പതിയെ അകലുന്ന ഒരു മാർപ്പാപ്പയെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം ലോകമെമ്പാടും പ്രത്യേകിച്ച് നെതർലാൻഡ്സ്, ഓസ്ട്രിയ, അതുപോലെ തന്നെ ബെൽജിയം പോലുള്ള നഗരങ്ങളിലെല്ലാം ഹിറ്റ്ലർ തൻ്റെ ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അവിടെയുള്ള ജൂസിന് അവിടുത്തെ കാത്തോലിക് ദേവാലയങ്ങളിൽ സംരക്ഷണവും ഷെൽട്ടറും നൽകുവാനായിട്ട് മാർപ്പാപ്പ ഉത്തരവിടുകയും അതുമൂലം ധാരാളം ആയിരക്കണക്കിന് യഹൂദന്മാർക്ക് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് ആദ്യം അദ്ദേഹം തടഞ്ഞു വെച്ചിരുന്ന ആ എൻക്ലിപ്സുകൾ അല്ലെങ്കിൽ ആ ഇടയലേഖനങ്ങൾ അദ്ദേഹം വിതരണം ചെയ്യുകയുണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ. പക്ഷേ ആ വിതരണം ചെയ്ത ഇടയലേഖനങ്ങളിലെല്ലാം ഒരിക്കലും ഹിറ്റ്ലറുടെ പേര് പരാമർശിക്കാതെയോ അല്ലെങ്കിൽ നാസികളുടെ കാര്യം പരാമർശിക്കാതെയോ വളരെ ജനറലൈസ്ഡ് ആയിട്ട് വംശഹത്യക്കെതിരെ, റാഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു അതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ എല്ലാം അദ്ദേഹം ഹിറ്റ്ലറുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ആശ്ചര്യമായിരുന്നു. ഇനി ഹിറ്റ്ലറുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹിറ്റ്ലർ ജനിക്കുന്ന ഒരു യാഥാസ്ഥികമായിട്ടുള്ള ഒരു കാത്തോലിക് ക്രിസ്ത്യൻ ഫാമിലിയിലാണ്. ഒരു കാത്തോലിക് ക്രിസ്ത്യൻ പാരൻസിൻ്റെ കീഴിൽ വളർത്തപ്പെട്ടുവെങ്കിലും ഒരു സഭയുടെ ചട്ടക്കൂടുകൾ ആ സഭയ്ക്ക് സമൂഹത്തിനു മേലുള്ള സ്വാധീനം, രാജ്യത്തിനു മേലുള്ള സ്വാധീനം എല്ലാം കണ്ടുവെങ്കിലും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിലായിരുന്നു ഹിറ്റ്ലർ വളർന്നു വന്നത്. എന്നിരുന്നാലും മതത്തിന് രാഷ്ട്രത്തിന് മേൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് അയാൾ മനസ്സിലാക്കിയിരുന്നു. മുഴുപട്ടിണി കിടന്നാലും യുദ്ധം ചെയ്യുവാൻ തയ്യാറാകാത്ത ജനങ്ങൾ മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവനും പണയം വെച്ചുകൊണ്ട് മതത്തിനു വേണ്ടിയിട്ട് പോരാടാൻ ഇറങ്ങുന്നതിൻ്റെ ആ വലിയൊരു തിടുക്കം, മതം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ട് അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് കത്തോലിക്ക മതത്തിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ട് അയാൾ അത് നേരത്തെ കണ്ടിരുന്നു. മാത്രമല്ല ഇപ്പോൾ വളരെ സൈലൻ്റ് ആണെങ്കിലും കത്തോലിക്ക മതത്തിൻ്റെ സ്വാധീനം, പ്രത്യേകിച്ച് വത്തിക്കാൻ്റെ സാന്നിധ്യവും മാർപ്പാപ്പയുടെ സാന്നിധ്യമെല്ലാം ഹിറ്റ്ലറിനെ ചെറുതായിട്ടൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഉയർന്നു വരുവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ ഹിറ്റ്ലർ മാർപ്പാപ്പയെ വധിച്ച് പകരം ഒരു മാർപ്പാപ്പയാകുവാനായിട്ടല്ല ആഗ്രഹിച്ചത്. പകരം കാത്തോലിക്ക മതത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൻ്റെ സാന്നിധ്യമായിട്ടുള്ള യേശുക്രിസ്തുവിന് പകരം തന്നെ ഒരു ഗോഡായിട്ട്, ഒരു ദൈവമായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും എല്ലാവരും ഹിറ്റ്ലറെ ആരാധിക്കുന്ന ഒരു തരത്തിലേക്ക് ആ ഒരു മതമായിട്ട് അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മതം പറയുന്നതിനൊപ്പം മറ്റൊരു രാഷ്ട്രങ്ങൾ നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്രകാരം സകലത്തിനും മീതെ സമ്പൂർണ്ണ ആധിപത്യം നേടുവാനാകുമെന്നും ഹിറ്റ്ലർ വിശ്വസിച്ചു. അതുമാത്രമായിരുന്നില്ല കാരണങ്ങൾ. ഒരു വശത്ത് വളരെ സൈലൻ്റ് ആയിട്ട് തന്നോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഈ മാർപ്പാപ്പ രഹസ്യമായിട്ട് യഹൂദന്മാരെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതും ജർമ്മൻ റെസിസ്റ്റൻസുമായിട്ടുള്ള മൂവ്മെൻറ്റിന് സപ്പോർട്ട് നൽകുന്നുണ്ട് എന്നുള്ളതും ഇദ്ദേഹത്തിന് ചാരന്മാരിൽ നിന്ന് രഹസ്യമായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. മാർപ്പാപ്പയെ വധിച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള കാര്യം നടക്കും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഈ പിന്മാറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അലൈഡ് ഫോഴ്സിനോടുള്ള ഈ ചായ്വ് ഇല്ലാതാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ലോകമെമ്പാടുമുള്ള ഒരു ആത്മീക നേതാവായിട്ട് അല്ലെങ്കിൽ ഗോഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ആയിട്ട് അദ്ദേഹത്തിന് ഉയർന്നു വരുവാൻ, മീൻസ് ഹിറ്റ്ലറിന് ഉയർന്നു വരുവാനായിട്ട് സാധിക്കും. പിന്നീട് കാണുന്നത് ഇത്തരം ഒരു നിഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിറ്റ്ലർ അന്ന് ഇറ്റലിയിലുണ്ടായിരുന്ന SS ജനറലായിട്ടുള്ള കാൾ വൂൾഫിനെ ബന്ധപ്പെടുകയാണ്. അവിടെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഹിറ്റ്ലർ പറയുകയാണ്, ലോകത്തിലെ സമുന്നത ആത്മീക നേതാവായിട്ടുള്ള മാർപ്പാപ്പയെ നമുക്ക് തട്ടിക്കൊണ്ടു വരണം. അയാളെ തട്ടിക്കൊണ്ടു വന്നിട്ട് ഇവിടെ ജർമ്മനിയിലുള്ളൊരു കാസ്റ്റിലിൽ തടവിലാക്കണം. അതിനുശേഷം പല ഉദ്ദേശങ്ങളും എനിക്കുണ്ട്. അതിനു വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് താങ്കളുടെ ജോലി. എന്നാൽ മറുതലയ്ക്കൽ ഈ ഫോൺ കോൾ കേട്ടുകൊണ്ടിരുന്ന ആ SS ജനറൽ അദ്ദേഹം അത് കേട്ടതായി ഭാവിച്ചു വളരെ ശരി ഞാനത് ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹവും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു. ഹിറ്റ്ലറുടെ ആശയങ്ങളോട് വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഹിറ്റ്ലറെ ഇഷ്ടമല്ലാതിരുന്ന ഒരു ജനറലായിരുന്നു അത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലോകമെമ്പാടും വെട്ടി കീഴടക്കുവാൻ പുറപ്പെട്ടിരിക്കുന്ന തൻ്റെ പ്രിയ നേതാവിന് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ആ ജനറൽ മനസ്സിലായി.
അയാളുടെ മനോനില തകരാറിലായിരിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെയാണ് ലോകത്തിലെ സമുന്നതനായ ഒരു ആത്മീക നേതാവിനെ തട്ടിക്കൊണ്ട് സ്വയം ഗോഡ് എന്ന് വിശേഷിപ്പിക്കാനുള്ളൊരു പ്ലാൻ അദ്ദേഹം തയ്യാറാക്കുന്നത്? എന്തായാലും ഈ കാര്യം മാർപ്പാപ്പയെ അറിയിച്ചിട്ട് തന്നെ കാര്യം. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ ഹിറ്റ്ലറെ വെറുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ തൻ്റെ ചുറ്റും SS പട്ടാളം, ഹിറ്റ്ലറുടെ സ്പെഷ്യൽ പട്ടാളം, ക്രൂരന്മാരായ പട്ടാളമുണ്ട്. താൻ അവരുടെ ജനറലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തനിക്ക് ഈ വിവരം നേരിട്ട് മാർപ്പാപ്പയെ അറിയിക്കുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വത്തിക്കാനിൽ ഒരു പരിപാടി നടക്കുന്നതിനിടയിൽ വേഷം മാറി ഒരു സാധാരണക്കാരൻ്റെ വേഷം ധരിച്ചുകൊണ്ട് അയാൾ വത്തിക്കാൻ സിറ്റിയിൽ നുഴഞ്ഞു കയറുകയും മാർപ്പാപ്പയുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് ശ്രമം ആരംഭിക്കുകയും ചെയ്യുകയാണ്. വഴിയിൽ അംഗരക്ഷകർ അദ്ദേഹത്തെ തടയുന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർപ്പാപ്പയുടെ ജീവനെ സംബന്ധിക്കുന്ന ഒരു മെസ്സേജ് തനിക്ക് പാസ് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും അങ്ങനെ അദ്ദേഹം വളരെ രഹസ്യമായിട്ട് മാർപ്പാപ്പയുടെ അടുത്ത് എത്തിച്ചിരിക്കുകയും ചെയ്യുന്നു. താൻ അങ്ങോട്ട് കടന്നു ചെന്ന് മാർപ്പാപ്പയുടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. മാത്രമല്ല, ഇത് ആദ്യ തവണയല്ല ഹിറ്റ്ലർ മാർപ്പാപ്പയെ തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും മാർപ്പാപ്പയെ അറിയിക്കുന്നു. ഇതിനു മുമ്പും ഒരു ശ്രമം ഹിറ്റ്ലർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം ആ ഉദ്യമത്തിൽ ഹിറ്റ്ലർ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം വത്തിക്കാനെ സംരക്ഷിക്കുവാനായിട്ട് ഇപ്പോൾ ഒരു അലൈഡ് ഫോഴ്സസുകളുമില്ല. മാത്രമല്ല, ഹിറ്റ്ലറുടെ കൂലിപ്പട്ടാളം ഏത് സമയം വേണമെങ്കിലും വത്തിക്കാൻ സിറ്റിയിലേക്ക് എരച്ചു കയറി വത്തിക്കാൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാം. അതുകൊണ്ട് എത്രയും വേഗം മാർപ്പാപ്പ താങ്കൾ ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സന്ദേശമാണ് ആ SS ജനറൽ അദ്ദേഹത്തിന് രഹസ്യമായിട്ട് പങ്കുവെക്കുന്നത്. എന്നാൽ അവിടെ തന്നെ തുടരുവാനായിരുന്നു പോപ്പ് പയസ് 12 തീരുമാനിക്കുന്നത്. കാരണം ഹിറ്റ്ലറുടെ പട്ടാളത്തിന് മുമ്പിൽ നിന്ന് ഓടിപ്പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ തന്നെ വധിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയോ അല്ലെങ്കിൽ വത്തിക്കാൻ സിറ്റിയുടെ ആധിപത്യത്തെയോ ഇല്ലാതാക്കുവാൻ ഹിറ്റ്ലറിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളൊരു ബോധ്യം അയാൾക്കുള്ളതുകൊണ്ട് ഉടനെ തന്നെ അയാൾ പോർച്ചുഗലിലുള്ള തൻ്റെ വിശ്വസ്തനായ കർദിനാളിനുമായിട്ട് ബന്ധപ്പെടുകയാണ്. അദ്ദേഹം പോർച്ചുഗലിലുള്ള തൻ്റെ കർദിനാളിനോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ ഏത് നിമിഷവും വധിക്കപ്പെട്ടാൽ താങ്കളാണ് അടുത്ത പോപ്പ്. ഉടനെ തന്നെ പോർച്ചുഗൽ ആസ്ഥാനമായിട്ട് കത്തോലിക്ക സഭയുടെ നിയന്ത്രണം താങ്കൾ ഏറ്റെടുത്തുകൊള്ളണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടാണ് അദ്ദേഹം ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ദിവസങ്ങളോളം ഏത് നിമിഷവും താൻ ആക്രമിക്കപ്പെടാം, ഹിറ്റ്ലറുടെ പട്ടാളം ഏത് നിമിഷവും വത്തിക്കാനിലേക്ക് എരച്ചു കയറിയേക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഭയസംഹിതനായിട്ട് അദ്ദേഹം അവിടെ തുടരുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വത്തിക്കാൻ സ്ക്വയറിലെ പല പ്രസംഗങ്ങളിലും പോപ്പിൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം സ്വയം പറയുന്ന ഒരു വാചകമുണ്ട്: എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു രക്തസാക്ഷിയായിട്ട് നിൽക്കുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വാചകങ്ങൾ അദ്ദേഹം തൻ്റെ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ മരണത്തെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നു എന്നുള്ള കാര്യം വേറെ ആർക്കും അറിയുന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ പ്രതീക്ഷിച്ചിരുന്ന മരണം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയില്ല. കാരണം അതിനു മുമ്പ് അലൈഡ് ഫോഴ്സസ് ഇറ്റലി കീഴടക്കിയിരുന്നു, ജർമ്മൻ സൈന്യത്തെ അവിടെ നിന്ന് തുരത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഹിറ്റ്ലറുടെ ആ വലിയ കോപത്തിൽ നിന്ന്, ആ വലിയ പ്ലാനിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, എല്ലാം കൊണ്ടും രക്ഷപ്പെട്ടു എന്ന് കരുതിയ പോപ്പ്, ഇനി ഹിറ്റ്ലറുടെ ശല്യവുമില്ല, എല്ലാം കൊണ്ടും രക്ഷപ്പെട്ടു എന്ന് കരുതിയ പോപ്പ് പിന്നീട് നേരിട്ടത് വിമർശനങ്ങളുടെ വലിയൊരു ആക്രമണത്തെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അലൈഡ് ഫോഴ്സസ് ജർമ്മനിയിലെ വിവിധ സ്ഥലങ്ങളിലൂടെ മാർച്ച് നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ തെളിവുകളും വ്യത്യസ്തമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഗ്യാസ് ചേമ്പറുകളും കണ്ടെത്തുകയുണ്ടായി. ഇത്രയിൽ വലിയൊരു മാസ് കൂട്ടക്കൊല നടത്തിയിട്ടും അന്നത്തെ വളരെ സങ്കീർണമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കുന്ന, വളരെ പൊളിറ്റിക്കലായിട്ടുള്ള തീരുമാനങ്ങൾക്ക് കാരണമാകാൻ സാധിക്കുന്ന വത്തിക്കാൻ സഭയും പോപ്പും സൈലൻ്റ് ആയിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും വിമർശന ശരങ്ങൾ മാർപ്പാപ്പയ്ക്ക് നേരെ ഉയരുകയുമുണ്ടായി. മാത്രമല്ല, അന്ന് കൂട്ടക്കൊലകൾ നടക്കുന്ന ആ കാലഘട്ടത്തിൽ ദിവസേന 7000 യഹൂദന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊല്ലുന്നുണ്ടെന്നുള്ള കത്തൊക്കെ മാർപ്പാപ്പയ്ക്ക് ദിവസേന വത്തിക്കാനിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത്രമേൽ വലിയ കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും, പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നറിഞ്ഞിട്ടും വളരെ സൈലൻ്റ് ആയിട്ട് ഞങ്ങൾ സമാധാനത്തിൻ്റെ ദൂതുകളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് നടത്താതെ സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു അന്ന് പോപ്പ് പയസ് 12 ചെയ്തത്. അതിനുശേഷം അനേകം വിമർശന ശരങ്ങൾ ഉയർന്നു വന്നപ്പോഴും കൂടുതൽ എവിഡൻസസ് വേണം, കൂടുതൽ തെളിവുകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം തള്ളിക്കളയുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നുണ്ടായത്. പക്ഷേ അതേ സമയത്ത് തന്നെ വളരെ രഹസ്യമായിട്ട് അനേകം യഹൂദന്മാരെ തൻ്റെ പള്ളികളിൽ സംരക്ഷിക്കുകയും ജർമ്മൻ റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻ്റലിജൻസ് സഹായങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഹിറ്റ്ലർക്കെതിരെയായിട്ടും ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വശത്ത് ഹിറ്റ്ലർ നടത്തുന്ന വലിയ കൂട്ടക്കൊലകൾക്കെതിരെ മിണ്ടാതെ അത് കണ്ടുകൊണ്ട് നിന്നുകൊണ്ട്, എന്നാൽ അതേസമയം മറ്റു സൈഡിൽ മറ്റു ചില രഹസ്യങ്ങൾ പിന്തുടർന്നുകൊണ്ടും വളരെ കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള, വൈരുദ്ധ്യപരമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ആ പോപ്പിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും താൻ തന്നെ എ ഗോഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ട് വരുവാനും അതേസമയം തന്നെ തനിക്കെതിരായിട്ട് രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന പോപ്പിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കത്തോലിക്ക സഭയുടെയും പ്രത്യേകിച്ച് വത്തിക്കാൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുവാനും ഹിറ്റ്ലർ നടത്തിയ ഒരു പ്ലാനിൻ്റെ ഇരയാകുകയായിരുന്നു ഈ പോപ്പ് എന്ന് വേണം നമുക്ക് കരുതാൻ.
പ്ലാൻ പരാജയപ്പെട്ടുവെങ്കിലും ഹിറ്റ്ലർ വധിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളോട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്താതെ അനുകൂലവുമായിട്ടോ എന്നാൽ പ്രതികൂലവുമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ വളരെ സൈലൻ്റായി നിന്നതിൽ ലോകം ഇന്നും ഈ പോപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. തൻ്റെ പൂർവികരായിട്ടുള്ള പോപ്പുകൾ നാസിസത്തിനെതിരെയും ഫാസിസത്തിനെതിരെയുമൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അത് കണ്ടുകൊണ്ട് മിണ്ടാതെ ഇരുന്നപ്പോൾ അതുകൊണ്ട് സംഭവിച്ചത് അനേകം ആളുകളുടെ ജീവത്യാഗമായിരുന്നു, അനേകം കൂട്ടക്കൊലകളായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ കണ്ട വസ്തുത. ഇനിയും ഇതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള വളരെ കൗതുകരമായിട്ടുള്ള അതിശയിപ്പിക്കുന്ന അതേസമയം തന്നെ നിഗൂഢതകൾ നിറഞ്ഞ ഹിസ്റ്ററികൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്കും ഷെയർ ചെയ്യുകയും ചെയ്യാം. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.